പാലക്കാട് പട്ടാമ്പിയിൽ അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം എന്നതാണ് വാർത്ത. പുലാശ്ശേരിക്കര സ്വദേശി കാന്നികം കൃഷ്ണകുമാറിൻ്റെ മകൻ ആരവ് ആണ് മരിച്ചത്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാർ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്, വായിക്കാൻ പോലും വല്ലാതെ ആവുന്ന വാർത്തയാണ്. എന്താണ് പറ്റിയത്, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം പുലാശ്ശേരിക്കരയിലാണ് ഈ അപകടം നടന്നത്. പുലാശ്ശേരിക്കര സ്വദേശി കാവികം വീട്ടിൽ കൃഷ്ണകുമാർ ശ്രീദേവി ദമ്പതികളുടെ ഏക മകൻ 6 വയസ്സുകാരൻ ആരവ് ആണ് മരിച്ചത്. വാടനാകുശി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. വൈകുന്നേരം വാഹനത്തിൽ നിന്ന് ഇറങ്ങി വീടിന് മുന്നിൽ ഇറങ്ങിയ ആരവ് അമ്മയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് ഓടുകയായിരുന്നു. ഈ സമയത്ത് മറ്റൊരു പുലാശ്ശേരിക്കര UP സ്കൂളിന്റെ വാഹനം വന്ന് കുട്ടിയെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ആരവിനെ ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പക്ഷേ കാര്യമുണ്ടായില്ല. ഇന്ന് രാവിലെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആരുടെ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്ന സങ്കടകരമായ വാർത്തയാണ് പട്ടാമ്പിയിൽ നിന്ന് വരുന്നത്. അല്ല ശ്രീത്ത്, ഹോപ്പിംഗ് ആൻഡ് ഷോപ്പ് എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ സ്കൂൾ ബസ് ബ്രേക്ക് കിട്ടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചവിട്ടാൻ കഴിഞ്ഞില്ല, ബ്രേക്ക് ചവിട്ടാൻ കഴിഞ്ഞില്ല, ഓടുകയായിരുന്നു, പിടിവിട്ട് ഓടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. കുട്ടി മറ്റെന്തോ കണ്ട് അല്ലെങ്കിൽ മറ്റാരെയോ കണ്ട് ഓടിയതായിരിക്കാം ഒരുപക്ഷെ, മേബി. എന്തായാലും മരണം സംഭവിച്ചിരിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ആ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അമ്മയുടെ മുന്നിൽ വെച്ചാണ് 2 വയസ്സുള്ള കുട്ടി, അല്ല 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 6 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്, ദാരുണാന്ത്യം ഉണ്ടായത്. വല്ലാത്ത അനുഭവമാണത്. എന്തായാലും അസാധ്യമായ ദുഃഖം താങ്ങാൻ ദൈവം അച്ഛനും അമ്മയും കരുത്ത് കൊടുക്കട്ടെ എന്ന മാത്രം ആഗ്രഹത്തിൽ നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു.